Today we are discussing about kinetic theory of gases. Certain postulates of kinetic theory of gases. അതായത് തെർമോഡൈനാമിക്സ് മുന്നോട്ടേക്ക് പോകുന്നത് ചില പോസ്റ്റുലേറ്റ്സ് വെച്ചിട്ടാണ്. അതിൽ കൈനറ്റിക് തിയറീൻ്റെ പോസ്റ്റുലേറ്റ്സ് എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. സോ അതിൽ ഫസ്റ്റ് പോസ്റ്റുലേറ്റ്സ്, the gas molecules are tiny particle of average size 2 angstrom. Average size 2 angstrom. Okay. Then second postulates, they are always state of motion. They are always state of motion. ഓക്കെ, എല്ലായ്പ്പോഴും എന്തായിരിക്കും? സ്റ്റേറ്റ് ഓഫ് മോഷൻ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ദെൻ തേർഡ് വൺ, ദേ ഹാവ് 3-dimensional ഡിഗ്രി ഓഫ് ഫ്രീഡം. അതായത് എക്സിൽ മൂവ് ചെയ്യും, വൈയിലും മൂവ് ചെയ്യും, സെഡിലും മൂവ് ചെയ്യും. അതായത് 3 ഡിഗ്രി ഓഫ് മൂവ്മെന്റ്സ് ഓർ 3-dimensional movements, degree of freedom. Okay, 3-dimensional degree of freedom. Okay, then fourth one, collision between gas molecule is an impreventable event. ഈ ഗ്യാസ് മോളിക്യൂൾ തമ്മിൽ കൊളൈഡ് ചെയ്യുക എന്നുള്ളത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഇവൻ്റാണ്. അപ്പോൾ കൊളീഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾ is an impreventable event. Okay, then collision takes place not only between gas molecule but also the walls of the container. Collision അവ തമ്മിൽ മാത്രമല്ല, ആ കണ്ടെയ്നർ, അവ ഉൾക്കൊള്ളുന്ന കണ്ടെയ്നറിൻ്റെ വാൾസിലും എന്ത് കൊളൈഡ് ചെയ്യും. That will lead the pressure of the gas. So fifth postulate എന്ന് പറയുന്നത് പ്രഷറിനെ കുറിച്ചാണ്. That is pressure equal to force per unit area, force acting normal per unit area. That is known as pressure. Okay, then next one, that is mean free path. So what do you mean by mean free path? എന്താണ് mean free path? അത് 6th one ആയിട്ട് നമ്മൾ പറയുന്നത് mean free path. It is the average distance traveled by a gas molecule before effective collision. അപ്പോൾ ഒരു എഫക്റ്റീവ് കൊളീഷനിടയിൽ, അതായത് ഒരു 2 ഗ്യാസ് മോളിക്യൂൾ ഇങ്ങനെ വരികയാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ഈ ഗ്യാസ് മോളിക്യൂളും കൊളൈഡ് ചെയ്യും, കാരണം ഇത് ഇങ്ങോട്ട് പോയി വേറെ ഏതെങ്കിലുമൊക്കെ കൊളൈഡ് ചെയ്യാം. പക്ഷെ ഒരു പെർട്ടിക്കുലർ റേഞ്ച് വന്നാൽ, പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് വന്നാൽ, കാരണം ആ ഡിസ്റ്റൻസിനുള്ളിലേക്ക് മറ്റൊരു ഗ്യാസ് മോളിക്യൂളിന് കയറാനുള്ള സ്പേസ് ഉണ്ടാവില്ല. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് വന്നാൽ നമുക്ക് പറയാം എന്തായാലും ഈ 2 മോളിക്യൂൾസ് തമ്മിൽ കൊളീഷൻ നടക്കും. ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് നോൺ ആസ് മീൻ ഫ്രീ പാത്ത്. ഓക്കെ, മീൻ ഫ്രീ പാത്ത്, ഇറ്റ് ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ എ ഗ്യാസ് മോളിക്യൂൾ ബിഫോർ എഫക്റ്റീവ് കൊളീഷൻ. ദെൻ നെക്സ്റ്റ് വൺ, 7th one, that is relaxation time. Relaxation time. Okay, relaxation time, that is tau. So what do you mean by relaxation time? It is the average time interval between 2 successive collision. It is the average time interval between 2 successive collision. 2 അടുത്തടുത്ത collision തമ്മിലുള്ള time, that is known as the relaxation time. Okay, then 8th one, when gas molecules are collide, that collision is perfectly elastic collision. അതായത് ഈ കൊളീഷൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് കൊളീഷനാണ്. ഇലാസ്റ്റിക് കൊളീഷൻ. ഓക്കെ, സോ വാട്ട് ഈസ് ദ കണ്ടീഷൻ ഓഫ് ഇലാസ്റ്റിക് കൊളീഷൻ? ഇലാസ്റ്റിക് കൊളീഷനിൽ 2 ക്വാണ്ടിറ്റി കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് മൊമെൻറ്റം ആൻഡ് കൈനറ്റിക് എനർജി ആർ കൺസേർവ്ഡ്. ഇത് രണ്ടും എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും, മൊമെൻറ്റം, കൈനറ്റിക് എനർജി. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, when temperature increase ചെയ്യുന്നു. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? the energy of gas molecule increase. ഗ്യാസ് മോളിക്യൂളിൻ്റെ
kinetic energy increases. Okay. When kinetic energy increase, what happens? Velocity of gas molecule increase. Gas molecule velocity കൂടും. അപ്പോൾ വെലോസിറ്റി കൂടുമ്പോൾ എന്താ സംഭവിക്കുക? പെട്ടെന്ന് വളരെ വേഗത്തിൽ പോയിട്ട് കൊളൈഡ് നടക്കും, കൊളീഷൻ നടക്കുന്നുണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് വെൻ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ കൊളീഷൻ റേറ്റ് കൂടും. കൊളീഷൻ ഇൻക്രീസ് that will lead decrease of relaxation time കുറയും, കാരണം പെട്ടെന്ന് കൊളീഷൻ നടക്കും. ഓക്കെ, then pressure increase. ഓക്കെ, അപ്പം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ kinetic energy of gas molecule increase, the velocity increase, then relaxation time decrease, then pressure increase. That means when temperature increase, pressure increase. When temperature increase, pressure increase. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തത് ഏതിലേക്ക് ലീഡ് ചെയ്തു? ദാറ്റ് ഈസ് പ്രഷർ ഇൻക്രീസ്. ദിസ് ഈസ് ഇൻ ഫാക്ട് ഓഫ് ചാൾസ് ലോ. ഇത് ചാൾസ് ലോന് എതിരാണ്. അല്ലെങ്കിൽ ചാൾസ് ലോ പറയുന്നത് എന്താ? ചാൾസ് ലോ പറയുന്നത് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി എന്നാണ് പറയുന്നത്, അല്ലേ? ചാൾസ് ലോ പറയുന്നത്, അതായത് കോൺസ്റ്റന്റ് പ്രഷർ വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി. ദിസ് ഈസ് ചാൾസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when temperature increase, okay, temperature increase, അപ്പോൾ ആ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പ്രഷർ ഇവിടെ കോൺസ്റ്റൻ്റ് ആവണമെന്നില്ല. ഒരു പെർട്ടിക്കുലർ വാല്യൂ ടെമ്പറേച്ചർ കഴിഞ്ഞാൽ ഈ പ്രഷർ എന്തായിരിക്കും? പ്രഷർ അവിടുന്ന് വാരി ചെയ്യും ഈ ഒരു റിലേഷൻ പ്രകാരം. അപ്പം ചാൾസ് ലോ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ലിമിറ്റിനുള്ളിൽ മാത്രമേ ഒബേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ചാൾസ് ലോ ഇസ് നോട്ട് എ ബേസിക് ലോ ഓഫ് നേച്ചർ. ഓക്കെ, ചാൾസ് ലോ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ അവിടെ ചാൾസ് ലോ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ദിസ് ഈസ് ദ ബേസിക് പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ഇപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം. ദ ഫസ്റ്റ് വൺ, ദ ഗ്യാസ് മോളിക്യൂൾസ് ആർ ടൈനി പാർട്ടിക്കിൾ ഓഫ് ആവറേജ് സൈസ് 2 ആംഗ്സ്ട്രോം. ദേ ആർ ഓൾവേസ് സ്റ്റേറ്റ് ഓഫ് മോഷൻ, എല്ലായ്പ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. Then third one, they have 3-dimensional degree of freedom. Then fourth one, the collision between gas molecule is an impreventable event. Okay, the collision takes place not only between gas molecule but also the walls of the container. That will lead the pressure of the gas. Pressure means force acting normal per unit area. That is the fifth one. Then next one, the mean free path. It is average distance traveled by a gas molecule before effective collision. That is mean free path. Next one, relaxation time. It is the average time interval between 2 successive collision. Next one, the collision between gas molecule is a perfectly elastic. That means kinetic energy and momentum are conserved. Then next one, when temperature increase, kinetic energy of gas molecule increase, then velocity of gas molecule increase, then collision rate increase, that leads to the decrease of relaxation time. Finally, the pressure of the gas increase. That means when temperature increase, pressure increase. Okay, this is in fact of Charles law. According to Charles law, at a constant pressure, V is directly proportional to T. So, Charles law obey a particular range of temperature, within particular range of temperature. So, Charles law is not a basic law of nature. Charles law demands a certain condition. Okay, this is the basic postulates of kinetic theory of gases. So, derive the expression for pressure using the postulates of kinetic theory of gases. Consider a cubic container of side L.
നമ്മളൊരു ക്യൂബിക് കണ്ടെയ്നർ എടുക്കുന്നു, അതിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് L ആണ്. അപ്പോൾ ക്യൂബ് ആയതുകൊണ്ട് ലെങ്ത്, ബ്രെഡ്ത്ത്, തിക്നെസ് എല്ലാം L ആയിരിക്കും, ക്യാപിറ്റൽ L. ഓക്കെ, കൺസിഡർ എ ഗ്യാസ് മോളിക്യൂൾ. ദിസ് ഈസ് എ ഗ്യാസ് മോളിക്യൂൾ. ഓക്കെ, ഗ്യാസ് മോളിക്യൂൾ ഓഫ് mass m, so moving with velocity, that is Vx, moving with velocity Vx along x direction. സോ ഈ ഗ്യാസ് മോളിക്യൂൾ ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഈ കണ്ടെയ്നറിൻ്റെ വോൾസിൽ പോയി ഹിറ്റ് ചെയ്യും, ദെൻ എന്നിട്ട് അത് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും. ഓക്കെ, സോ ദാറ്റ് വെലോസിറ്റി ഈക്വൽ ടു മൈനസ് Vx. ഓക്കെ, that is minus Vx. So we know that pressure equal to force by area. This is equation number 1. Pressure means force by area. So our idea is, first we find the force. According to Newton's second law, force equal to delta P by delta T. That is equation number 2. Force equal to delta P by delta T. Here we consider only x direction. നമ്മളിവിടെ x direction മാത്രം കൺസിഡർ ചെയ്യുന്നു ഇപ്പോൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഡയറക്ഷനിലെ ഫോഴ്സ്, ദാറ്റ് ഈസ് എഫ് എക്സ് ഈക്വൽ ടു ഡെൽറ്റ പി എക്സ് ബൈ ഡെൽറ്റ ടി. Delta Px means change in pressure in x direction. Okay, that is delta Px equal to mvx. Okay, this is forward momentum minus mvx. This is backward momentum. That is delta Px equal to mvx plus mvx. Okay, that is 2 mvx. This is delta Px, 2 mvx. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം കിട്ടി എക്സ് ഡയറക്ഷനിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഡെൽറ്റ ടി കാണുന്നു. അപ്പോൾ ഗ്യാസ് മോളിക്യൂൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടത്തേക്ക് എത്തുന്നു. അപ്പം ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് L. ദെൻ ഇവിടെ ഹിറ്റ് ചെയ്ത് തിരിച്ച് ഇവിടെ എത്തുന്നു. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2L. ഹിയർ വി കൺസിഡർ ഡിസ്റ്റൻസ്, നോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ വി നോ ദാറ്റ് Vx ഈക്വൽ ടു, സ്പീഡ് ഈക്വൽ ടു distance by time. This time is relaxation time. Okay, that is distance means 2L by t. Okay, then here we take delta t. Okay, delta t. Then delta t equal to 2L by Vx. Okay, delta t equal to 2L by Vx. So this is equation number 3 and 4. So this is 5 and 6. But delta Px in the value kitti, delta T ude value kitti. That is equation 6 and 4. Okay, equation 6 and 4 substituted in 2. Equation 2, that is fx equal to, okay, delta Px means 2 mvx, that is 2 mvx. Okay, 2 mvx divided by delta T equal to 2L by Vx. Then here 2 cancel, then Vx into Vx, that is Vx square, then fx equal to m Vx square by L. Okay, this is equation number 7, this is equation number 8. So equation 8 shows
the force experience on a gas molecule moving in x direction. അപ്പോൾ നമുക്കറിയാം ഒരു കണ്ടെയ്നറിൽ ലാർജ് നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. ഒന്നും രണ്ടുമല്ല, കോടിക്കണക്കിന് അല്ല ആയിരക്കണക്കിന് കോടിക്കണക്കിനായിട്ടുള്ള ഒരുപാട് ഗ്യാസ് മോളിക്യൂൾസ് ഒരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് n ആയിട്ട് എടുക്കുന്നു. ദെൻ ടോട്ടൽ ഫോഴ്സ് Fx ഈക്വൽ ടു n m vx²/L. ഇത് 1 മോളിക്യൂൾ ആണെങ്കിൽ ഇത് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. ദാറ്റ് ഇക്വേഷൻ ഈസ് 9. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 9. ഓക്കെ, ഇക്വേഷൻ നമ്പർ 9. നെക്സ്റ്റ്, here we consider only x direction, but real case this is a 3-dimensional case or 3-dimensional freedom gas molecules ഉണ്ട്. നമ്മളിവിടെ നോക്കിയിരിക്കുന്നത് എക്സ് ഡയറക്ഷൻ മാത്രമാണ്. സോ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ഏവറേജ് വെലോസിറ്റി എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകും. ദാറ്റ് ഈസ് വി ഏവറേജ് സ്ക്വയർ ഈക്വൽ ടു. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ആർ എം എസ് വാല്യൂ ഫിസിക്സിൽ ഇവിടെ, അതായത് എ സി എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ നമ്മൾ ആർ എം എസ് വാല്യൂ കണ്ടിട്ടുണ്ട്. അതുപോലെ ഗ്യാഷ്യസ് സിസ്റ്റത്തിൽ നമ്മൾ ആർ എം എസ് വാല്യൂ ആണ് എടുക്കുക. വാട്ട് യു മീൻ ബൈ ആർ എം എസ് വാല്യൂ? റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. എവിടെയാണ് ഇത് എടുക്കുക? നമ്മൾ ചില വാല്യൂസ്, അതായത് ഗ്യാസ് മോളിക്യൂളെ പോസിറ്റീവ് എക്സിൽ പോയി അതിൻ്റെ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ്, ചില ഗ്യാസ് മോളിക്യൂൾ നെഗറ്റീവ് എക്സിൽ പോയി അപ്പോൾ -2 മീറ്റർ പെർ സെക്കൻഡ്, ഇങ്ങനെ വാല്യൂ ഉണ്ട് എന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ 1 മീറ്റർ പെർ സെക്കൻഡ്, അതുപോലെ -1 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ മൈനസ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ പോയി എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഇതിൻ്റെ സാധാരണ ഏവറേജ് എടുക്കുകയാണെങ്കിൽ, അരിത്തമാറ്റിക് മീൻ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ അതൊരു കറക്റ്റ് അല്ല, റിയൽ ആയിട്ടുള്ള ഒരു സംഭവമല്ല. അപ്പം നമുക്ക് എന്ത് വേണം? ആ ഒരു ടെക്നിക്കൽ പ്രോബ്ലം ഓവർകം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? എല്ലാത്തിനെയും സ്ക്വയർ ചെയ്യും, എന്നിട്ട് അതിൻ്റെ മീൻ എടുക്കും, എന്നിട്ട് അതിൻ്റെ റൂട്ട് എടുക്കും. ദാറ്റ് ഈസ് ആർ എം എസ് വാല്യൂ. ഓക്കെ, അപ്പോൾ ആർ എം എസ് വാല്യൂ, അപ്പോൾ വി ആവറേജ് സ്ക്വയർ ഈക്വൽ ടു വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ പ്ലസ് വി സെഡ് സ്ക്വയർ. ഏവറേജ് വാല്യൂയുടെ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റിയുടെ സ്ക്വയർ പ്ലസ് വൈ ഡയറക്ഷനിലെ വെലോസിറ്റിയുടെ സ്ക്വയർ പ്ലസ് സെഡ് ഡയറക്ഷനിലെ വെലോസിറ്റിയുടെ സ്ക്വയർ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 10. ദാറ്റ് മീൻസ് വി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് 1/3 വി ആവറേജ് സ്ക്വയർ ആയിരിക്കും അല്ലേ? ഏവറേജ് വെലോസിറ്റിയുടെ 1/3 ഭാഗമാണ് എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി, അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമിലർലി വി വൈ സ്ക്വയർ എന്തായിരിക്കും? 1/3 വി ആവറേജ് സ്ക്വയർ ആയിരിക്കും. സോ അതുപോലെ തന്നെ വി സെഡ് സ്ക്വയർ, ദാറ്റ് ഈസ് 1/3 വി ആവറേജ് സ്ക്വയർ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 11 ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ 11, ഈ വി എക്സ് സ്ക്വയറിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആ സമയത്ത് ആ ഇക്വേഷൻ എന്തായിട്ട് മാറും? ആ ഇക്വേഷൻ നമ്മൾ 3-dimensional ഇക്വേഷനായിട്ട് മാറും. ദാറ്റ് ഈസ് ഇക്വേഷൻ 11 substituted in equation 11 substituted in equation 9. That is fx എന്നുള്ളത് f ആയിട്ട് മാറി, കാരണം x മാത്രമല്ല y z എല്ലാം കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് ഈസ് n m v average square, this is average square divided by L divided by 3L. That is equation number 12. Equation 12 represent ചെയ്യുന്നത് എന്താ? ദാറ്റ് ഈസ് 3-dimensional മൂവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫോഴ്സ്. ഹിയർ എക്സ് ഡയറക്ഷൻ മാത്രമാണ്, അതിൽ നിന്ന് മാറി 3-dimensional എഫക്റ്റ് ഇതിന് കൊടുക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എന്താ കണ്ടുപിടിച്ചത്? ഫോഴ്സ് കണ്ടുപിടിച്ചു അല്ലേ? ഫോഴ്സ് കണ്ടുപിടിച്ചു. ഒരു ക്യൂബിക് കണ്ടെയ്നറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താ? ദാറ്റ് ഈസ് എൽ സ്ക്വയർ അല്ലേ? ഏരിയ എന്താ? ഒരു ക്യൂബിൻ്റെ ഏരിയ എൽ സ്ക്വയർ, വോളിയം എൽ ക്യൂബാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ 13, 12ഉം 13ഉം ഞാൻ ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 12
and 13. Like 12 and 13 substituted in 1. That is P equal to എന്താ വരിക n m v average square divided by 3 L cube എന്ന് വരും. Okay, then we know that L cube എന്ന് പറയുന്നത് എന്താ വോളിയാണ്. Then equation become P equal to n m v average square divided by 3v. Okay, 3v. This is the final equation. This is the final equation. So equation 14, equation 15. So equation 15 is the final equation. So this equation represents the pressure of a gas in terms of RMS velocity. Okay. നമുക്കൊന്നുകൂടി ഇത് ബ്രീഫ് ചെയ്യാം. നമ്മൾ പറഞ്ഞു വരുന്നത് എക്സ്പ്രഷൻ ഫോർ പ്രഷർ. So this is a macroscopic approach. Macroscopic. Okay, macroscopic approach. Macroscopic approach. Then macroscopic approachിലൂടെയാണ് നമ്മളിത് സോൾവ് ചെയ്തിരിക്കുന്നത്. ഒന്നുകൂടി നമുക്ക് ബ്രീഫ് ചെയ്യാം. Consider a cubic container of side L. Let m be the mass of a gas molecule moving with velocity vx along x direction. Okay. നമ്മളിവിടെ ചെയ്യുന്നത് പ്രഷർ കണ്ടുപിടിക്കണം. That pressure equal to force by area. That is equation number 1. Then according to Newton's second law, F equal to delta P by delta T. Here we consider only x direction. Okay. That is Fx equal to delta Px by delta T. Okay. Then we know that delta Px is a change in momentum. That is forward momentum minus backward momentum. So ഈ ഗ്യാസ് മോളിക്യൂൾ ഇവിടെ നിന്ന് മൂവ് ചെയ്യുമ്പോഴുള്ള വെലോസിറ്റി വി എക്സ് ആണ്. സോ മൊമെൻറ്റം എം വി എക്സ് ഇവിടെ ഹിറ്റ് ചെയ്യും, ദെൻ ഇത് തിരിച്ചു വരും. ദറ്റ് ടൈം ഇറ്റ്സ് വെലോസിറ്റി റിവേഴ്സ്. സോ മൊമെൻറ്റം മൈനസ് എം വി എക്സ് ആയിട്ട് മാറും. That is delta Px equal mvx minus mvx, that is mvx plus mvx, that is 2 mvx. That is delta Px. Okay. So equation delta Px equal to mvx. Then we know that the distance, total distance traveled by gas molecule. Now ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടത്തേക്ക് എത്തുമ്പോൾ total distance that is 12. Then we know that speed equal to distance by time. Here distance is d, that is time delta t. That is vx equal to 2l by delta t. 2l by delta t. That is delta t equal to 2l by vx. That is equation number 6. This equation 6 and equation 4 substituted in 2. That means fx equal to 2mvx divided by 2l by vx. Here 2 cancel. Then equation become fx equal to mvx by mvx square by L. If there are n number of gas molecule, the equation become fx equal to n mvx square by L. That is equation number 9. Okay. So ഇത്ര വരെ ഞങ്ങൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് 1 dimension ആയിട്ടാണ്. സോ ഇതിനെ നമുക്ക് 3 dimensionലേക്ക് കൊണ്ടുവരണം. എക്സും വൈയും സെഡും ഒക്കെ നമുക്കിവിടെ കൊണ്ടുവരണം. സോ അതുകൂടാതെ മറ്റൊരു പ്രശ്നം ഇവിടെയുള്ളത് ആർ എം എസ് വാല്യൂ. നമ്മൾ സാധാരണ ഒരു വാല്യൂ എടുക്കുകയാണെങ്കിൽ, അതായത് അരിത്തമാറ്റിക് മീൻ എടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ ഒക്കെ വന്നിട്ട് ചിലപ്പം 0 വരാനുള്ള സാധ്യതയുണ്ട്. അത് കറക്റ്റ് വാല്യൂ കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. സോ അത് ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ആർ എം എസ് വാല്യൂ എടുക്കും. ആർ എം എസ് മീൻസ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. ഓക്കെ. Average velocity square equal to vx square plus vy square plus vz square. That is equation number 10. Okay. Then we know that vx square equal to 1 by 3 v average square. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഏവറേജ് വെലോസിറ്റി 1/3 ആണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇക്വേഷൻ 11. ഓക്കെ. ഇൻ ഇക്വേഷൻ 9. ഓക്കെ. ദിസ് ഈസ് ഇക്വേഷൻ 9. അപ്പോൾ ഇവിടുത്തെ വി എക്സ് സ്ക്വയറിന് പകരം ഞാൻ ഇവിടെയുള്ള ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ ഇക്വേഷൻ ബിക്കം, അപ്പോൾ ഇവിടെയുള്ള എഫ് എക്സ് ഇവിടെ എന്തായിട്ട് മാറി? എഫ് ആയിട്ട് മാറി.
That is, one dimension become 3 dimension. So F equal nm v average square by 3l. That is equation number 12. Then we know that area of a cube, that is L square. Okay. Then pressure equal force by area. So force ഇവിടെ in equation 12, area that is equation 13. Equation 12 and 13 substituted in equation 1. Then equation become P equal to nm v average square divided by 3l cube. That is equation number 14. Then we know that L cube equal to V. L cube means the volume. So pressure equal to nm v average square divided by 3v. Here n is the total number of gas molecule, small m is the mass of one gas molecule, then v average square, that is average velocity, then capital V, this is volume. Okay, this is the expression for pressure in macroscopic point of view.